നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായരുടെ മൊഴി അട്ടിമറിക്കപ്പെട്ടതായി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുദേവന്റെ 159ാമത് ജയന്തി നാടെങ്ങും ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. പമ്പാ നദിയുടെ പുനരുജ്ജീവനത്തിനായി പുതിയ പദ്ധതികളുമായി റാന്നി ബ്ലോക്ക് പഞ്ചായത്ത്. പമ്പ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല. പദ്ധതിക്ക് കുട്ടനാടൻ പാക്കേജിന്റെ ദുരവസ്ഥ. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സോളാർ കേസിലെ പ്രതി സരിത നായരുടെ മൊഴി അട്ടിമറിച്ചതിന് തെളിവുമായി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. UDF കോൺഗ്രസ് നേതൃത്വമാണ് അട്ടിമറിച്ചതെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. സരിതയുടെ 21 പേജുള്ള മൊഴി ജയിൽ അധികൃതരുടെ സാന്നിധ്യത്തിൽ അഭിഭാഷകന് കൈമാറിയതായി വിവരാവകാശ രേഖയിൽ പറയുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ട ജയിൽ സൂപ്രണ്ടിന്റെ വിവരാവകാശ രേഖയാണ് സുരേന്ദ്രൻ തെളിവായി ഹാജരാക്കിയത്. ജയിൽ ചട്ടങ്ങൾ അനുവദിക്കാത്തതിനാൽ സരിത അഭിഭാഷകന് നൽകിയ മൊഴിയുടെ പകർപ്പ് സൂക്ഷിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ പേരുകൾ മൊഴിയിൽ ഉണ്ടായിരുന്നതായി സുരേന്ദ്രൻ ആരോപിച്ചു. 21 പേജുള്ള മൊഴി അട്ടിമറിച്ചത് ബെന്നി ബെഹനാനും കെ ബാബുവും ചേർന്നാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. സരിത നായർ 21 പേജുള്ള ഒരു മൊഴി ജയിൽ അധികൃതരുടെ കൺസെന്റോടുകൂടി തന്റെ അഭിഭാഷകന് നൽകിയിരുന്നു എന്നുള്ളതിന്റെ വിവരാവകാശ രേഖ അടിസ്ഥാനമാക്കിയിട്ടുള്ള തെളിവാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഒരു മന്ത്രി, ഒരു MLA, അതുപോലെ പല ആളുകളും ഈ അട്ടിമറിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം, നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസം. ആഭ്യന്തര വകുപ്പിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. സംരക്ഷണം ആവശ്യപ്പെടില്ലെന്നും PC ജോർജ് വ്യക്തമാക്കി. പോലീസും അധികാരവും കയ്യിലുള്ളപ്പോൾ ചിലർക്ക് മത്തുപിടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം കോട്ടയം കാരിത്താസ് ജംഗ്ഷനിൽ PC ജോർജിനെ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചു. ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ സംഭവം ഇടുക്കി SP അന്വേഷിക്കും. തൊടുപുഴയിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസുകാർ PC ജോർജിനെതിരെ ചീമൊട്ടയെറിയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു. ജില്ലയിൽ കാലവർഷക്കെടുതിയിലും പ്രകൃതിക്ഷോഭത്തിലും തകർന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ കുഴിയടക്കലടക്കമുള്ള അറ്റകുറ്റപ്പണികളുടെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെയും പുരോഗതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് 27-ന് പത്തനംതിട്ട ഗസ്റ്റ് ഹൌസിൽ അവലോകനം ചെയ്യും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ 159ാമത് ജയന്തിയാണ് ഇന്ന്. ഒരു നാടിനെ പ്രബുദ്ധതയിലേക്ക് നയിച്ച മഹർഷിയും യോദ്ധാവുമായിരുന്നു ഗുരുദേവൻ. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പ്രത്യാശയുടെ വാക്കും മാർഗവുമാവട്ടെ ഗുരുദേവ ദർശനങ്ങളെന്ന് സിറ്റി ന്യൂസും ആശംസിക്കുന്നു. അന്നാദിയിൽ പ്രിയമുയർന്ന ആടലാം കടലിൽ ഒന്നായി വലയും ഒരു നാടിനെയും അവിടുത്തെ ജനതയെയും പ്രബുദ്ധതയിലേക്ക് നയിച്ച മഹർഷിയും ഒപ്പം യോദ്ധാവുമായിരുന്ന
ശ്രീനാരായണ ഗുരുദേവന്റെ 159ാമത് ജന്മദിനമാണ് ഇന്ന്. സ്വന്തം വാക്കും ചിന്തയും പ്രവൃത്തിയും ഒരുപോലെയാകണമെന്ന് ഗുരുദേവൻ നമുക്ക് മാതൃക കാട്ടിത്തന്നു. അതുവഴി മാനവികതയുടെയും സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും ശംഖുലി നാടെങ്ങും മുഴക്കുവാൻ ആ യതിവര്യന് കഴിഞ്ഞു. അതുകേട്ട് നാം നവോത്ഥാനത്തിന്റെ പാഠങ്ങൾ പഠിച്ചു. ലോകത്തിന്റെ ഏത് കോണിൽ പോയി ജീവിക്കുവാനും നിലയുറപ്പിക്കുവാനും നാം മലയാളികൾ പ്രാപ്തരായി. അവന്റെ മനസ്സിൽ നിന്നും ജാതിചിന്ത മറഞ്ഞു. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനുമല്ല, നാം മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ഗുരുദേവ ദർശനത്തിലൂടെ നാം മനസ്സിലാക്കി. ഇതെല്ലാം നാം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും കൈവിട്ടിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് നാം തന്നെ സ്വയം ചിന്തിക്കണം. ഈ കാലഘട്ടത്തെ മുൻനിർത്തി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ നാം കണ്ടറിയണം. ഗുരുദേവൻ ആഗ്രഹിച്ച ആ നവോത്ഥാന കേരളം ഇന്ന് എവിടെയാണ്? നവോത്ഥാനത്തെ കുഴിച്ചുമൂടി വിറ്റുവരവിന്റെ കണക്കെഴുതുവാൻ മലയാളികൾ പഠിച്ചു തുടങ്ങി. അയൽക്കാരന്റെ കഴുത്തിൽ കത്തി താഴ്ത്താൻ പറയുന്ന മതതത്വശാസ്ത്രങ്ങൾ ഉറഞ്ഞുതുള്ളുന്നു. ഈ നാട്ടിൽ വീണ്ടും പ്രാകൃത വർഗീയത ഉടലെടുക്കുന്നു. മലിനീകരണ രാഷ്ട്രീയത്തിൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദിവസങ്ങൾ. ഫ്യൂഡൽ മനോഭാവവും പ്രമത്തതയും വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് മലയാളി തിരികെ കൊണ്ടുവരുന്നത് പോലെ തോന്നുകയാണ്. ഇതിനെയെല്ലാം പ്രതിരോധിച്ച് മാറ്റങ്ങളുടെ ശക്തിയാകേണ്ട ഭരണവർഗം എല്ലാം മറക്കുന്ന അവസ്ഥയാണ്. അധികാരത്തിലെത്തുവാൻ സഹായിച്ച ജനങ്ങളെ എപ്പോഴും കീഴാളന്മാരായി താഴ്ത്തിക്കെട്ടിയിരിക്കുന്ന നിസ്സഹായാവസ്ഥ. നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഗുരുദേവന്റെ ദർശനങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാൽ ഇന്ന് കാണുന്ന സകല വിപത്തുകൾക്കും പരിഹാരം തേടാനാകും. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിന്റെ മഹനീയതയും സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ തന്നെ പരിവർത്തനത്തിന്റെ മഹാസന്ദേശമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നാം തന്നെ വീണ്ടും പൊക്കിയെടുത്ത അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വീണ്ടും ഇവിടെ കുഴിച്ചു മൂടണം. മോഹവലയത്തിൽ അകപ്പെട്ടുപോയ മാനവരാശിക്ക് മാർഗം തെളിക്കുവാൻ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആശയുടെയും പ്രത്യാശയുടെയും വാക്കും മാർഗവുമാകട്ടെ ഗുരുദേവ ദർശനങ്ങളെന്ന് സിറ്റി ന്യൂസും ആശംസിക്കുന്നു. സിറ്റി ന്യൂസ്, റാന്നി. ശ്രീനാരായണ ഗുരുദേവന്റെ 189ാമത് ജയന്തി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. റാന്നി ചെല്ലക്കാട് 3435 നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി ചെത്തോങ്കരയിൽ നിന്നും ഘോഷയാത്ര നടന്നു. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് റാന്നിയിൽ വർണ്ണോജ്വലമായ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. ചെല്ലക്കാട് 3435 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സാംസ്കാരിക ഘോഷയാത്ര. ചെത്തോങ്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വനിതകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ഗുരുദേവ കീർത്തനാലാപനങ്ങൾ മുഴങ്ങി നിന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്ര ചെല്ലക്കാട്ട് 3435 നമ്പർ SNDP ശാഖായോഗത്തിൽ സമാപിച്ചു. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശാഖായോഗം പ്രസിഡന്റ് സുഗതൻ, സെക്രട്ടറി PN ദിവാകരൻ, മുൻ റാന്നി യൂണിയൻ സെക്രട്ടറി PJ സദാനന്ദൻ തുടങ്ങിയവരും വനിതാ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളും ബാലസംഘം ഭാരവാഹികളും നേതൃത്വം നൽകി. രാവിലെ പതാക ഉയർത്തൽ, ഗുരുപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടന്നു. സിറ്റി ന്യൂസ്, റാന്നി. ജല അതോറിറ്റി വടശ്ശേരിക്കര സെക്ഷൻ അതിർത്തിയിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് വടശ്ശേരിക്കര ഓഫീസിൽ വെള്ളക്കരം അടയ്ക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. വടശ്ശേരിക്കര, പേഴുംപാറ, പെരുന്നാട്, ചിറ്റാർ, മീൻകുഴി ജലവിതരണ പദ്ധതിയിലെ ഉപഭോക്താക്കൾക്ക് എല്ലാ മാസവും 1 മുതൽ 22 വരെ ഇവിടെ കരമടയ്ക്കാം. കരമടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിച്ച് റവന്യൂ റിക്കവറി ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഒരിടവേള കൂടി. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്,
കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. പമ്പയുടെ പുനരുജ്ജീവനത്തിനായുള്ള പമ്പ ആക്ഷൻ പ്ലാനിന്റെ രണ്ടാം ഘട്ടത്തിനായി 1200 കോടി രൂപ അനുവദിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഇത് സംബന്ധിച്ച് സമഗ്ര പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. പമ്പ ആക്ഷൻ പ്ലാനിന്റെ അവലോകന യോഗം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. ബുധനാഴ്ചയാണ് അവലോകന യോഗം നടന്നത്. റാന്നി ബ്ലോക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്തു. 1200 കോടി രൂപയുടെ പ്രൊജക്ടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. പമ്പ ആക്ഷൻ പ്ലാനിന്റെ വിവിധ പദ്ധതികളെപ്പറ്റി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ വിവരിച്ചു. പമ്പ നദിയുടെയും തീരത്തിന്റെയും ഈ തീരത്തോട് ചേർന്ന് അധിവസിക്കുന്ന മനുഷ്യരുടെയും പൊതുവായ ശുചീകരണത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ പദ്ധതികളാണ് പമ്പ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 319 കോടി ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി എങ്കിലും 18.5 കോടി രൂപയ്ക്ക് മാത്രമേ പദ്ധതികളെ സമർപ്പിക്കുന്നതിന് കഴിഞ്ഞിരുന്നു. പമ്പയിലേക്ക് വന്നു ചേരുന്ന കര, ദ്രവ, വാതക മാലിന്യങ്ങളുടെ സംസ്കരണവും ശുചീകരണവും ഒരു വലിയ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീങ്ങുന്നത്. ഒന്നാം ഘട്ടത്തിൽ അപ്സ്ട്രീമിന് പ്രാധാന്യം നൽകിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഡൗൺ സ്ട്രീമിനാണ് പ്രാധാന്യം നൽകുന്നത്. 15 ഐറ്റങ്ങളാണ് രണ്ടാം ഫേസിൽ ഏതാണ്ട് 1200 കോടി രൂപയ്ക്ക് പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പബ്ലിക് അവയർനെസ് പ്രോഗ്രാം തന്നെയാണ്. പമ്പയിലെ മണൽ ഖനനം, പമ്പയിലെ മാലിന്യവും, പമ്പാ നദിയിലേക്ക് മാലിന്യങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം, നദിയുടെ അടിത്തട്ട് മാർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മറിയാമ്മ ചെറിയാൻ, എസ് ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ശ്രീധരൻ, രാജമ്മ പുഷ്പാങ്കദൻ, PS പ്രസാദ്, ഗ്രേസി തോമസ്, സതീഷ് പണിക്കർ, മേഴ്സി പാണ്ഡ്യത്ത്, പ്രദീപ് കുമാർ കിഴക്കേവള, അനിത അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. പമ്പ നദിയുടെ പുനർജീവനത്തിനായി ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. പത്തനംതിട്ട ജില്ലയിലെ 30 ഗ്രാമപഞ്ചായത്തുകളിലെയും ആലപ്പുഴ ജില്ലയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെയും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെയും സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് പമ്പ ആക്ഷൻ പ്ലാനിൽ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ പമ്പ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടക്കത്തിലെ തന്നെ പാളി. പമ്പ ആക്ഷൻ പ്ലാനിന്റെ ഒന്നാം ഘട്ട പദ്ധതികൾ തുടങ്ങിയിടത്തു നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിൽ ആക്ഷൻ പ്ലാനിന്റെ രണ്ടാം പദ്ധതിയെക്കുറിച്ച് ആശങ്കകൾ ബാക്കിയാകുന്നു. പമ്പ ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ശരിക്കും പഠിക്കാതെയും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയുമാണ് പദ്ധതികൾ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. പമ്പാ നദിയിലെ ജലമലിനീകരണം അപകടമാംവിധം വർദ്ധിച്ചതിനെ തുടർന്ന് പമ്പയെ ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15/6/2001 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന MP-മാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ആദ്യം കൈക്കൊള്ളുന്നത്. അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന TR ബാലുവിന് അന്ന് MP ആയിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു നിവേദനം നൽകിയത്. തുടർന്ന് TR ബാലുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പമ്പ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കപ്പെട്ടത്. ആദ്യപടി എന്ന നിലയിൽ 2002 മാർച്ചിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് 279.6 കോടി രൂപ ചെലവ് വരുന്ന സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അംഗീകാരത്തിനായി സമർപ്പിച്ചു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു സാങ്കേതിക സമിതിക്ക് രൂപം കൊടുക്കുകയും ഈ സമിതി തയ്യാറാക്കിയ 319.70 കോടി രൂപ ചെലവ് വരുന്ന സാങ്കേതിക റിപ്പോർട്ട് 2002 ഡിസംബറിൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു. ശബരിമലയിലെയും പമ്പയിലെയും അനിവാര്യ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 11 പ്രവൃത്തികളടങ്ങുന്ന 18.45 കോടി രൂപയുടെ പദ്ധതി 2003 മെയ് 3 കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. 18.92 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. പദ്ധതി 4 വർഷം
വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിൽ 3 തടയണകളും 2 കുളിപ്പടവുകളും ഏതാനും ശൌചാലയങ്ങളും മാത്രമാണ് പമ്പ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഏതാണ്ട് 4.50 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അഡ്വാൻസായി നൽകുകയും ചെയ്തു. 2009 പമ്പ റിവർ ബേസിൻ അതോറിറ്റി രൂപീകരിക്കുന്നതുവരെയും കേരള വാട്ടർ അതോറിറ്റിക്കായിരുന്നു പമ്പ ആക്ഷൻ പ്ലാനിന്റെ നോഡൽ ഏജൻസി. എന്നാൽ നാളിതുവരെ റിവർ ബേസ്മെന്റ് അതോറിറ്റി ഈ രംഗത്ത് ഫലപ്രദമായ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ഉദ്യോഗസ്ഥരും ധരിച്ചു വച്ചിരിക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനും പമ്പ ആക്ഷൻ പ്ലാനും ഒന്നു തന്നെയാണെന്നാണ്. കുട്ടനാട് പാക്കേജിന് പറ്റിയ ദുരവസ്ഥ തന്നെയാണ് പമ്പ ആക്ഷൻ പ്ലാനും നേരിട്ടത്. റാന്നി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ നിർദ്ദേശിക്കപ്പെട്ട ലാട്രിൻ, ഡ്രെയിനേജ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ചെക്ക് ഡാം നിർമ്മാണം, റിവർ എംബാങ്ക്മെന്റ് തുടങ്ങിയവയ്ക്ക് 2003 കേന്ദ്രം അംഗീകരിച്ച പമ്പ ആക്ഷൻ പ്ലാനിൽ ഓരോന്നിനും പ്രത്യേകം തുക വകകൊള്ളിച്ചിരുന്നതാണ്. എന്നാൽ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സംസ്ഥാനം നൽകിയില്ലെന്നാണ് അറിവ്. അന്ന് ഈ പ്രോജക്ട് നടപ്പിലാക്കുവാനോ പദ്ധതികളെക്കുറിച്ച് പഠിക്കുവാനോ ത്രിതല പഞ്ചായത്തുകൾ തയ്യാറായതുമില്ല. വസ്തുതകൾ ഇതായിരിക്കെ പുതിയ പദ്ധതിയുമായി രംഗപ്രവേശനം ചെയ്ത ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് സംശയമുണ്ട്. ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നുള്ള ആക്ഷേപവും നിലനിൽക്കുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഫാസിന്റെ ആഭിമുഖ്യത്തിൽ PSC പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഓഗസ്റ്റ് 24 മുതൽ എല്ലാ ശനിയാഴ്ചകളിലും റാന്നി ഗവൺമെന്റ് LPG സ്കൂളിൽ വെച്ച് പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പരീക്ഷാർത്ഥികൾ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി സുനിൽ മാത്യു അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447093616, 9447444082. ഒരിടവേള കൂടി. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. കൂടുതൽ വാർത്തകളിലേക്ക്. ഓണത്തിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഓണവിപണി മന്ദഗതിയിലാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വില ഒരു നിയന്ത്രണവുമില്ലാതെ കുതിക്കുകയാണ്. ഉപ്പേരിയുടെ വിപണിയാണ് ഇത്തവണ ഓണത്തിന് മുഖ്യമായും പ്രതിസന്ധി നേരിടുന്നത്. ഇക്കുറി ഓണത്തിന് ഉപ്പേരി വിളമ്പിയാൽ കൈപൊള്ളും. 1 കിലോ ഏത്തക്ക ഉപ്പേരിക്ക് 250 രൂപയാണ് വിപണിയിലെ വില. ഓണം എത്താൻ ഇനി അധിക ദിവസങ്ങളുമില്ല. അതിനു മുമ്പേ ഉപ്പേരി വില കുതിക്കുകയാണ്. ഓണം എത്തുമ്പോഴേക്കും ഏത്തക്ക ഉപ്പേരിക്ക് കിലോയ്ക്ക് 300 മേൽ പോകുമെന്നാണ് ഇപ്പോഴത്തെ രീതി വെച്ച് കാണുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് 1 കിലോ ഏത്തക്കയ്ക്ക് 30 രൂപയായിരുന്നു വില. എന്നാൽ അതിപ്പോൾ 55 രൂപ മുതൽ 60 രൂപ വരെ എത്തി. പോയ വർഷങ്ങളിലെല്ലാം മലബാർ ഭാഗത്തു നിന്നുള്ള ഏത്തക്കുലകൾ എത്തിയിരുന്നു, പ്രത്യേകിച്ച് വയനാടൻ കുലകൾ. ഇടവേളകളില്ലാതെ തുടർന്ന മഴയും വയനാട്ടിൽ ഇപ്രാവശ്യം വിളവെടുപ്പ് നേരത്തെ ആയതും കുലകളുടെ വരവിനെ സാരമായി ബാധിച്ചു. മഴയത്ത് കാകൾ പൊട്ടി വെള്ളമിറങ്ങി കുലകൾ ചീഞ്ഞതും ഒരു കാരണമായി. അതിനാൽ വിളവെത്തുന്നതിന് മുമ്പേ മലബാർ ഭാഗങ്ങളിൽ പലയിടത്തും കർഷകർ കുലകൾ വെട്ടി വിൽക്കേണ്ടി വന്നു. പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വില കൂട്ടാൻ കർഷകരും വ്യാപാരികളും നിർബന്ധിതരായി. കഴിഞ്ഞ ഓണത്തിന് 1 കിലോ ഏത്തക്കായ്ക്ക് 30 രൂപയായിരുന്നു വില. ഇത്തവണ അത് ഇരട്ടിയിലധികവുമായി. വയനാടൻ കുലകളുടെ വരവ് നിന്നതോടെ ഇപ്പോൾ വ്യാപാരികൾ ആശ്രയിക്കുന്നത് പാലക്കാട്, മണ്ണാർക്കാട്, മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള കുലകളെയാണ്. അവിടങ്ങളിൽ നിന്ന് കുലകൾ റാന്നി പോലുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് എത്തുന്നുമില്ല. കോട്ടയം പോലുള്ള വലിയ ചന്തകളിലാണ് ഇവിടങ്ങളിൽ നിന്നുള്ള കുലകൾ എത്തുന്നത്. ചെറുകിട വ്യാപാരികൾ അവിടെ പോയാണ് ഏത്തക്കുലകൾ കച്ചവടമാക്കുന്നത്. അവിടെ 50 രൂപ മുതൽ 58 രൂപ വരെ ചെറുകിട വ്യാപാരികൾ നൽകേണ്ടി വരുന്നു. വയനാടൻ കുലകളുടെ വരവ് കുറഞ്ഞതോടെ ഉടനെയെങ്ങും ഏത്തക്ക വില താഴോട്ടില്ലെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം. വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയാണ് ഉപ്പേരി വിപണിയിലെ വ്യാപാരികൾ. വിപണിയിൽ സർക്കാർ നേരിട്ട് ഇടപെട്ട് വില നിയന്ത്രിക്കണമെന്ന ആവശ്യം ഇതിനോടകം ശക്തമായി. ഭക്ഷ്യവകുപ്പിന്റെ പൊതുവിതരണ സംവിധാനം ഉപയോഗിച്ച് വിലയിൽ ഇളവ് നൽകി ഉപഭോക്താക്കളെ സഹായിക്കുവാൻ സർക്കാരിന് കഴിയും. എന്നാൽ അതിനൊന്നും ഇതുവരെയായിട്ടും സർക്കാർ തയ്യാറായിട്ടുമില്ല. സർക്കാർ ഓണമേളകൾ വരുന്നതും കാത്തിരിക്കുകയാണ് ഒരു കൂട്ടർ. പക്ഷേ എന്തു മേള വന്നാലും ശരി, പൊതുവിതരണ വകുപ്പ് മനസ്സുവയ്ക്കാതെ വില പിടിച്ചു നിർത്താനാവില്ല. ഒന്നുകിൽ ഓണത്തിന് ഏത്തക്ക ഉപ്പേരിയും ശർക്കര പുരട്ടിയും ഒഴിവാക്കി ഓണം ഉണ്ണുക, അല്ലെങ്കിൽ കൈപൊള്ളുന്ന വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുക. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ ഉപവാസ ധ്യാനയോഗം ആരംഭിച്ചു. വെള്ളിയാഴ്ച വരെയാണ് ഉപവാസ ധ്യാനം നടക്കുന്നത്. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ 3 ദിവസത്തെ ഉപവാസ ധ്യാനയോഗം ആരംഭിച്ചു. ബുധനാഴ്ചയാണ് ധ്യാനയോഗം ആരംഭിച്ചത്. പലവിധമായ ജീവിത ക്ലേശങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഇന്റർവ്യൂവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, കടഭാരത്തിൽ വീണ് പോയവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്,
വിവാഹം പ്രായമേറെയായിട്ടും വിവാഹം നടക്കാതെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്നവർ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ, കയറി കിടക്കാൻ ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്നവർ അറിയുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കണം. വചനം ശ്രമിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ധ്യാനയോഗത്തിന്റെ ഒന്നാം ദിവസം മാത്യു ജി ദാനിയേൽ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ ദേവാലയത്തിന്റെ വശത്തെ വാതിലൂടെയാണ് നാം കടക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഈശ്വര ലക്ഷ്യമുണ്ട്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ബഹുമതിപൂർവ്വം ഞാൻ കടന്നു വന്ന് എന്റെ നേർച്ച കാഴ്ചകളെ നിനക്ക് അർപ്പിക്കും എന്ന പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമസ്കാര മേശയിൽ നമസ്കാരങ്ങൾ ആരംഭിക്കുന്നു. അതാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത്. വിശുദ്ധ ആലയത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ നമസ്കാര മേശ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. അത് ഏതൊരു ലോകത്തിന്റെ പ്രതീകമാണ്. അവിടെ ജീവവൃക്ഷമുണ്ട്, അവിടെ നന്മതിയുടെ രാജ്യത്തിന്റെ ഫലമുണ്ട്. ഏതൊരു ലോകത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ തിരികെ പ്രവേശിക്കാതിരിക്കുവാനും ജീവവൃക്ഷത്തിന് സംരക്ഷണത്തിനുമായി കടന്നുന്ന അഗ്നിപാടുകളുമായി ദൂതന്മാർ കാവലുണ്ടെന്നത് നമ്മുടെ നമസ്കാര മേശയിൽ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് യാമപ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ആരംഭകാലം മുതലുള്ള ആചാര അനുഷ്ഠാന രീതികൾ അനുസരിച്ച് നാം ഒരു ദിവസം 7 യാമപ്രാർത്ഥനകളിലൂടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകേണ്ടത്. യാമപ്രാർത്ഥനകൾ 7 എണ്ണമുണ്ട്. ഈ 7 യാമപ്രാർത്ഥനകൾ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സൈക്കിളിന്റെ 7 ഡിഫറന്റ് സ്റ്റേജസിനെ കുറിക്കുന്നു. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാൻ പറ്റുള്ളൂ. നൂറുകണക്കിന് വിശ്വാസികൾ ധ്യാനയോഗത്തിൽ പങ്കെടുത്തു. രണ്ടാം ദിനമായ ഇന്ന് ഡീക്കൻ ബേബി ജോൺ ചിറയിൽ നേതൃത്വം നൽകി. അവസാന ദിവസമായ വെള്ളിയാഴ്ച പൗലോസ് പാറക്കര കോറപ്പിസ്കോപ്പ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നേർച്ചക്കഞ്ഞി വിളമ്പോടുകൂടി ധ്യാനയോഗത്തിന് സമാപനമാകും. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഇട്ടിയപ്പാറയിൽ മാരുതി കാറുകൾക്കായി AVGയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പഴയ ബൈപ്പാസിന് സമീപമാണ് പുതിയ ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഈ സ്ഥാപന ശുദ്ധീകരണ തലപ്പായ തീർത്ഥക്കോണം വെള്ളം ശുദ്ധീകരിക്കപ്പെടുന്നു. മാതാവും ശുദ്ധന്മാരും ഉപദ്രവപ്പെട്ടവരുടെ പാപത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സ്ഥാപനം കേരള ട്രഷറി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 23-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് റാന്നി സബ് ട്രഷറിയിൽ ഇടപാടുകാരുടെ സംഗമം നടത്തുന്നു.
ചടങ്ങിൽ മുതിർന്ന 5 പെൻഷൻകാരെ ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിവാഹിതരായി. റാന്നി ഐത്തല പട്ടരുമഠത്തിൽ ജോസഫ് പി എബ്രഹാമിന്റെയും സുജ ജോസഫിന്റെയും മകൻ ജെറിനും കോട്ടയം കൈതക്കാട്ടുശ്ശേരിൽ KU ജെയിംസിന്റെയും ചിന്നു ജെയിംസിന്റെയും മകൾ തങ്കവും റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ വെച്ച് വിവാഹിതരായി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായരുടെ മൊഴി അട്ടിമറിക്കപ്പെട്ടതായി BJP നേതാവ് K. സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുദേവന്റെ 159ാമത് ജയന്തി നാടെങ്ങും ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. പമ്പാ നദിയുടെ പുനരുജ്ജീവനത്തിനായി പുതിയ പദ്ധതികളുമായി റാന്നി ബ്ലോക്ക് പഞ്ചായത്ത്. പമ്പ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല. പദ്ധതിക്ക് കുട്ടനാടൻ പാക്കേജിന്റെ ദുരവസ്ഥ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.